ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലില് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ അമലു ഗർഭിണിയാവുന്ന എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. നമ്മുടെ ഗംഗപ്രസാദും അമലുവും കൂടി ചേർന്നിട്ട് കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അമലു പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ മുത്തപ്പനുണ്ട്, അതിനെ പോയി കണ്ട് പ്രാർത്ഥിച്ചിട്ട് വരാന്ന് മുത്തിയമ്മയുണ്ടോ, മുത്തിയമ്മയുണ്ട് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് ഗംഗപ്രസാദിനെ കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക് കയറാൻ പോകണം. അപ്പൊ മല കുറച്ച് കയറി കഴിയുമ്പോഴേക്കും അമലുവിന്റെ തലകറങ്ങാണ്. അപ്പോ ഗംഗപ്രസാദ് ചോദിക്കണ്ടേ എന്തു പറ്റിയും ചോദിക്കുമ്പോ ഒന്നുമില്ല, ചെറിയൊരു തലകറക്കം പോലെ രാവിലെ മുതൽ തുടങ്ങിയതാ എന്ന് പറയാണ്. കുറച്ച് ദൂരം കൂടി ചെന്ന് കഴിയുമ്പോഴേക്കും അമലേക്ക് പെട്ടെന്ന് വൊമിറ്റിംഗ് വരെയാണ്. അമലു അപ്പൊ തന്നെ ഓടിപ്പോയിട്ട് വൊമിറ്റ് ചെയ്യാട്ടോ. ആ സമയത്ത് ഗംഗപ്രസാദിനെ അമലുവിന് മനസ്സിലാവണ മുമ്പ് തന്നെ ആ ഗംഗപ്രസാദിന്റെ കാര്യം മനസ്സിലായി. ഗംഗ മനസ്സിൽ വിചാരിക്കാണ്, ദൈവമേ, എന്റെ ജീവൻ അവളുടെ വയറ്റിൽ തുടിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് അമലു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, എന്തു പറ്റിയെന്ന് ഗംഗ ചോദിക്കുമ്പോ, നമ്മള് കാടിലെ നിയമങ്ങളൊക്കെ തെറ്റിച്ചു, അതിനുള്ള ശിക്ഷ കിട്ടിയെന്നാ തോന്നുന്നത്, എന്താ എന്ന് നമ്മുടെ ഗംഗ ചോദിക്കുമ്പോഴേക്കും അമല് പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഒരു പെണ്ണിനെ സംഭവിക്കേണ്ടത് കല്യാണത്തിന് മുമ്പ് എനിക്ക് സംഭവിച്ചു എന്ന് പറയാണ്. അപ്പൊ ഗംഗ ഇങ്ങനെ നോക്കുമ്പോഴേക്കും മനസ്സിലായില്ലേ, എന്റെ വയറ്റില് നമ്മുടെ രണ്ടുപേരുടെയും ജീവൻ തുടിക്കുന്നുണ്ടോന്ന് ഒരു സംശയമുണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗംഗപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ ആകെ മുഖം താഴ്ത്തിരുത്താട്ടോ. അപ്പോഴേക്കും അമല് പറയുന്നുണ്ട്, നമ്മള് നിയമങ്ങളൊക്കെ തെറ്റിച്ചു, ഇനിയിപ്പോ എന്താകുമെന്തോ, എനിക്ക് ടെൻഷൻ ആവുന്നു, പേടിയാകുന്നു എന്നൊക്കെ പറയുമ്പോ ഗംഗ പറയുന്നുണ്ട്, അതിനങ്ങോട്ട് ഇല്ലാതാക്കാന്ന് പറയാണ്. അമല് പറഞ്ഞിട്ട്, എന്തൊക്കെയാ വിനായി കെട്ടി പറഞ്ഞ, കുഞ്ഞിനെ ഇല്ലാതാക്കാനോ, നമ്മൾ രണ്ടുപേരുടെ കുഞ്ഞായത്, ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ദൈവം തന്ന നിധിയായത്, എത്രയോ പേര് കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിച്ച് വഴിപാടായിട്ട് കഴിക്കണത്, ആ സമയത്ത് ഈ കുഞ്ഞിനെ, ഇതെന്റെ വിനായകേട്ടന്റെ കുഞ്ഞാണ്, എനിക്ക് ഈ കുഞ്ഞിനെ വേണം എന്നൊക്കെ പറഞ്ഞു. ഒരു കണക്കിന് ഇപ്പൊ പ്രഗ്നന്റ് ആയത് നന്നായി, ഇനി നമ്മൾ രണ്ടുപേരെ അകറ്റാൻ ആർക്കും സാധിക്കില്ലല്ലോ, എന്റെ വിനായകേട്ടനെ എന്നെ ഈ കാര്യമായിട്ട് എനിക്ക് ചേർത്ത് പിടിക്കാലോ എന്നൊക്കെ അമല് പറയാണ്. ആ സമയത്ത് ഗംഗപ്രസാദ് മനസ്സിൽ വിചാരിക്കണം, നീ എന്റെ കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ടിരുന്നോ, പക്ഷെ എനിക്ക് വേണ്ടി നിശ്ചയിച്ചൊരു പെണ്ണ് എന്താണ് ജയിലിൽ കിടക്കുന്നുണ്ട്, സ്റ്റെഫി എന്ന് ഗംഗ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്താ വിനായകയായിട്ട് ആലോചിക്കണത്, ഒന്നുമില്ല എന്ന് ഗംഗ പറയുമ്പോഴേക്കും നമുക്ക് നാളെ തന്നെ മുത്തിയമ്മയുടെ അവിടെ പോയിട്ട് തുളസിമാലയുണ്ട്, രണ്ടുപേര് തുളസിമാല ഇട്ട് വിവാഹം കഴിഞ്ഞതുപോലെ നമുക്ക് അവിടെ ഒന്ന് പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് വരണം, ശരി എന്ന് ഗംഗപ്രസാദും പറയണം. ശേഷം ഗംഗപ്രസാദ് മനസ്സിൽ വിചാരിക്കണം, ഒരിക്കലും ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിലടി, എനിക്ക് താലി കെട്ടാനുള്ള ഒരു പെണ്ണ് ജയിലിൽ ഇരിപ്പുണ്ട്, സ്റ്റെഫി, അവളെ മാത്രമേ ഞാൻ സ്വന്തമാക്കുള്ളൂ, അവളെ മാത്രമേ ഞാൻ ഭാര്യയായിട്ട് കാണുള്ളൂ, അവളെ മാത്രമേ ഞാൻ താലി കെട്ടു എന്റെ ഭാര്യയാക്കി ഞാൻ കൂടെ നിർത്തുള്ളൂ എന്നൊക്കെ ഗംഗ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രൂപയും ചന്ദ്രസേനും കൂടി കുറെ സ്വർണ്ണാഭരണങ്ങൾ കാർത്തികക്ക് വാങ്ങിക്കാണ്. അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ഷാരിക്ക്. എന്തിനാ ഇത്ര സ്വർണ്ണമൊക്കെ വാങ്ങിച്ചത്, സ്വർണത്തിന് തീ പിടിച്ച വിലയല്ലേ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ രൂപ പറയേണ്ട, ഷാരി, നിന്റെ പഴയ സ്വഭാവം നീ വിട്ടില്ലേ, ഇപ്പോഴും കുശുമ്പും അസൂയം തന്നെയാണോ, നോക്ക്, കല്യാണി മോളുടെ ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കല്യാണി മോളെ പോലെ തന്നെയാണ്, അവളുടെ വിവാഹത്തിന് ഞങ്ങൾ എത്ര പവനുണ്ടെന്ന് നോക്കിയില്ല, ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അതിലൊരു മാല എടുത്തിട്ട് കല്യാണിയുടെ കഴുത്തിൽ വെച്ച് കൊടുക്കട്ടോ. ഹായ്, ഇത് കല്യാണിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, എല്ലാ ചന്ദ്രേട്ട ഇതുപോലെയുള്ള മോൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. അയ്യോ അമ്മേ, എനിക്ക് വേണ്ട, എനിക്ക് എന്തിനാ, എന്തോരം ആഭരണങ്ങൾ ഉണ്ടെന്നറിയാവോ, ഇനി അതൊന്നും വേണ്ട എന്ന് പറയുമ്പോഴേക്കും ഷാരി പറയുന്നുണ്ട്, അല്ല കാർത്തിക പണക്കാരിയല്ലേ, അവർക്ക് ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ, അല്ല അപ്പൊ രൂപ പറയണ്ട, അതെ അവൾക്ക് ഒരുപാട് ആഭരണങ്ങളുണ്ട്, ഇതൊരു 100 പവൻ ഉണ്ടാകും, അവരൊരു 200 പവനോളം അവളുടെ കയ്യിലും കഴുത്തിലും ഉണ്ട്, പിന്നെ കല്യാണമോളും കിരണും കൊടുക്കണ്ട്, മൊത്തം ഒരു 400 പവൻ ഉണ്ടാകും, നിനക്ക് എന്തെങ്കിലും മുടക്കുണ്ടോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രസേനൻ പറഞ്ഞിട്ട്, എന്റെ ഷാരി നോക്ക്, ഇത് കല്യാണിമോളുടെ ചേച്ചിയായിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, നിന്റെ കൊച്ചുമകൾ കൺമണി മോൾക്ക് നാളെ വിവാഹപ്രായമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിപ്പിനോ എന്തിനു വേണമെങ്കിലും പൈസ ആവശ്യം വന്നാൽ ഞങ്ങൾ അത് വാരിക്കോരി ചെലവാക്കും, മനസ്സിലായോ എന്ന് പറയാണ്. അയ്യോ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ അങ്ങനെ വിചാരിച്ചു പറഞ്ഞതല്ലെന്ന് പറയുമ്പോ യാമിനി പറയണ്ട്, ഇവൾക്ക് ഇപ്പോഴും അസൂയാണ്, ഇപ്പോഴും കുശുമ്പാണ്, ഇവരുടെ സ്വഭാവം മാറില്ല, പണ്ടത്തെ ആ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ മനസ്സിൽ പച്ച പിടിച്ച് ഇപ്പോഴും നിപ്പുണ്ട് എന്ന് പറയാണ്. സോറി, നിങ്ങൾക്കെല്ലാവരും തെറ്റായിട്ട് തോന്നിയെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയാണ് ഷാരി. അപ്പൊ കിരൺ പറയുന്നുണ്ട്, ആന്റി പുതിയ സ്വഭാവത്തിലൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ആന്റീനെ കൂടെ നിർത്തുന്നത്, പഴയ സ്വഭാവത്തിലേക്ക് എങ്ങാനും പോവാനാണ് ആന്റിയുടെ ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ ആരും കൂടെ ഉണ്ടാവില്ല എന്ന് കിരൺ പറയുന്നുണ്ട്. ഷാരിയുടെ മുഖാകെ മാറുക കേട്ടോ. അതിനുശേഷം ഈ ആഭരണങ്ങളൊക്കെ ആയിട്ട് രൂപം അതുപോലെ തന്നെ കല്യാണിയും കൂടിയിട്ട് നമ്മുടെ കാർത്തികയുടെ അടുത്തേക്ക് പോവാണ്. അപ്പൊ കാർത്തിക പണ്ട് എന്തിനാ ആന്റി ഇത്ര സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തത്, ഇവളുടെ പണിയായിരിക്കും അല്ലെ, അല്ലല്ല ഞാനും ചന്ദ്രേട്ടനും കൂടി പോയി വാങ്ങിച്ചാണ്, മോൾക്ക് ഇഷ്ടപ്പെട്ടു ആന്റി, പക്ഷെ ഇത്രയും സ്വർണ്ണമൊക്കെ അതൊക്കെ കുറച്ച് ഓവറല്ലേ, അതൊന്നുമില്ല, നമ്മള് പണമൊക്കെ ഉണ്ടാക്കുന്ന എന്തിനാണ്, ആവശ്യത്തിന് ചെലവാക്കാനല്ലേ, അപ്പൊ ഇതൊരു ആവശ്യമല്ലേ, അപ്പൊ അതുകൊണ്ട് ചെലവാക്കിയെന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി പറയണ്ട്, എന്തൊക്കെ ചെലവാക്കിയാലും രൂപ മനസ്സിലൊരു പേടിയാണ്, രൂപ സത്യം പറയാലോ, ഗംഗ അവൻ ജീവനോട് ഇരിക്കുന്നുണ്ടോന്ന് മനസ്സിൽ ഇപ്പോഴൊരു പേടിയാണ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി അമ്മ രൂപയുടെ എടുത്തിട്ട്. അപ്പൊ കല്യാണി പറഞ്ഞിട്ട്, ചേച്ചി
ചേച്ചി ഇങ്ങോട്ട് വന്നേ, ഈ ആഭരണങ്ങളൊക്കെ ഇട്ടെ, ചേച്ചിനെ ഒരുക്കട്ടെ. എന്തിനാ കല്യാണം ഇപ്പൊ തന്നെ ഇടുന്നത്, നോക്കട്ടെ ചേച്ചി എങ്ങനെയുണ്ടെന്ന്. അമ്മേ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞിട്ട് കാർത്തികനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവാട്ടോ. ആ സമയത്ത് ലക്ഷ്മിയോ പറയണ്ട്, മനസ്സിലെ വിഷമമൊക്കെ പറയാണ്, ആ ഗംഗ എങ്ങാനും വരുമെന്ന് വല്ലാത്ത പേടി തോന്നുന്നുണ്ട് രൂപേ. അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല, എങ്ങനെയെങ്കിലും അവനെ കാർത്തികയുടെ വിവാഹം മുടക്കാൻ വേണ്ടി വരുമെന്ന് മനസ്സിൽ ഇപ്പോഴും പേടിയാന്ന് പറയുമ്പോൾ രൂപ പറയണ്ട്, ഇനി ലക്ഷ്മി ചേച്ചി, ചേച്ചി ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ എല്ലാവരും കൂടെയില്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അതേ സമയത്ത് ചന്ദ്രസേന കിരണിനോട് പറഞ്ഞിടാ, കഴിഞ്ഞ ദിവസം കൊണ്ട് തേനില്ലേ ഉഗ്രനാട്ടോ, അതുപോലത്തെ കുറച്ചുകൂടി കൊണ്ടുപോടാ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ കിരൺ പറയുന്നുണ്ട്, അച്ഛ ആ ഒരു തേനെ ഭയങ്കര ഫാൻസ് ആണ്, ആ തേനെ കാട്ടിന്ന് വേലു എന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടുവന്നതാ, നല്ല നല്ല ആ ചെറുപ്പക്കാരനാണ് കേട്ടോ, അവൻ നല്ല സത്യസന്ധമായിട്ട് തേൻ വിൽക്കണതാ. എടാ അങ്ങനത്തെ തേനുണ്ടെങ്കിൽ കൊണ്ടുപോവാ. അവന്റെ കയ്യിൽ തേനുണ്ടോന്ന് അറിയില്ല, ഞാൻ വിളിച്ചു നോക്കാൻ രതീഷിനോട് പറയാം, അഥവാ തേനുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ അവിടെ പോയി എടുക്കാം എന്ന് പറയുന്നുണ്ട് കിരണം. അതേസമയം രതീഷിനോട് കിരൺ ഈ കാര്യം പറയുന്നുണ്ട്. രതീഷ് അപ്പൊ തന്നെ വേലുവിനെ വിളിക്കുകയാണ്, വേലു തേനുണ്ടോടാ എന്ന് ചോദിക്കുമ്പോ, സാറെ കുറച്ചുകൂടി ഇവിടെ ഉണ്ട്, അതിനാണെങ്കിൽ സാറിനെ കൊണ്ടുതരാം. പിന്നെ നമ്മുടെ തേനീച്ചക്കൂട് മൂത്തിട്ടുണ്ട്. മൂത്തിട്ടുണ്ടെന്നോ? അതെ, തേനീച്ചക്കൂടിന് തേനെടുക്കാനായിട്ടുണ്ട്, എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാടോ. കിരൺ സാറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നിന്നെ ഇനിയും കാണണമെന്നൊക്കെയാ പറയണത്. ആണോ? എനിക്കും ആ സാറിനൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ. എന്നാൽ നിങ്ങൾ എല്ലാവരും കൂടി പോരുമ്പോ ഒരു ദിവസം വാ, പക്ഷെ വന്നിന് ഒരു ദിവസം മുമ്പ് പറയണം കേട്ടോ, എനിക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം, തേനീച്ചക്കൂടി തേനെടുക്കുന്നത് കുറച്ച് കടുത്ത പണിയാണ്. ശരിയാണ്, ഞങ്ങൾ വരുന്നതിന് ഒരു ദിവസം മുമ്പ് നിന്നെ വിളിച്ചു പറയാം എന്ന് പറയുന്നുണ്ട്. വേലുക്ക് ഭയങ്കര സന്തോഷമാണ്. വേലു നമ്മുടെ മൂപ്പനോട് ഈ കാര്യം പറയുന്നുണ്ട്. നാട്ടീന്നേ ഞാൻ രതീഷ് സാർ എന്ന് സാറിനെ പറയാറില്ലേ, ആ സാറിന്റെ ഒരു അളിയനുണ്ട് കിരൺ സാർ, നല്ല സാറാ. അവര് തേനെടുക്കാൻ വേണ്ടി ചിലപ്പോ ഇവിടേക്ക് വരും, ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ട്, നീ എന്തിനാടാ അവരെ ക്ഷണിച്ചത്, ആവശ്യമില്ലാത്ത ആൾക്കാരെ ഇങ്ങോട്ട് ക്ഷണിക്കണ്ട എന്ന് മൂപ്പൻ പറയാണ്. അവരൊക്കെ നല്ല ആൾക്കാരാ, ഇവിടെ ഒരുത്തും വന്നിട്ടുണ്ടല്ലോ വിനായകൻ, അവനാണ് ചീത്ത ആള്. കിരൺ സാറും രതീഷ് സാറൊക്കെ നല്ല ആൾക്കാരാ, അവര് വന്നുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ തേൻ എടുത്തിട്ട് വരാം. അതിന് നീ ഇപ്പൊ തന്നെ പോകുവാണോ? അതെ. എടാ നീ പോണതിന്റെ ഉദ്ദേശം എനിക്കറിയാം, അമ്മലിനെ നോക്കാൻ വേണ്ടി പോവല്ലേ, അല്ല എനിക്കിനി അവളെ നോക്കേണ്ട കാര്യവും ഇല്ല എന്ന് പറഞ്ഞിട്ട് വേലു കാട്ടിലേക്ക് പോകുന്നുണ്ട്. കാട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഗംഗപ്രസാദ് അമലുവിന്റെ മടിയിൽ കിടക്കാണ്. അമലു ഗംഗപ്രസാദ് തലോടി കൊടുക്കാണ്. അപ്പൊ തേൻ അന്വേഷിച്ചിട്ടാണ് നമ്മുടെ വേലു പോകുന്നത് കേട്ടോ. അപ്പൊ കാണുന്ന കാഴ്ച ഈ കാഴ്ചയാണ്. അപ്പൊ തന്നെ എടാ എന്ന് പറയുമ്പോഴേക്കും അമലും ഗംഗപ്രസാദ് ഷോക്കായിട്ട് വേലുവിനെ നോക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. എന്തായാലും അമലു പ്രഗ്നന്റ് ആയി, അവക്കിട്ട് പണി കിട്ടി, അല്ലെങ്കിൽ അവക്കിട്ട് പണി കിട്ടണം. വേലുവിന്റെ സത്യസന്ധമായിട്ടുള്ള സ്നേഹം മനസ്സിലാക്കാതെ ഗംഗപ്രസാദിൽ കുറച്ചൊരു തൊലിവെളുപ്പ് കണ്ടപ്പോ കൂടെ പോയതല്ലേ. ഗംഗപ്രസാദ് അല്ല സ്റ്റെഫിനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. പിന്നെ ഈ അമലുവിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് അവർക്ക് തിരിച്ചടി കിട്ടിയത് കൊണ്ട് തന്നെ അമലുവിനെ അമലിന്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് പുറത്താക്കും. കാരണം കാടിന്റെ നിയമം അങ്ങനെയാണ്, കാടിന്റെ നിയമം തെറ്റിച്ചവരെ കാടിന് പുറത്താണ്. അപ്പൊ അമലുമല്ല, സ്വന്തം മോളല്ല, ആരാണെന്നുണ്ടെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കാട്ടിലെ ആൾക്കാർ അവരെ പുറത്താക്കും. അപ്പൊ നമ്മുടെ ഇവളെ പുറത്താക്കുമ്പോഴേക്കും, നമ്മുടെ അമലുവിനെ പുറത്താക്കുമ്പോഴേക്കും അവല് ഗംഗയെ അന്വേഷിച്ച് നാട്ടിലേക്ക് വരും. പിന്നെ കിരണം കല്യാണിന്റെ അടുത്ത് എത്തുമല്ലോ, സ്വാഭാവികമായിട്ട് അവിടെ എത്തുമ്പോഴേക്കും പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. പിന്നെ ഗംഗപ്രസാദിനെ വേറെ രക്ഷയില്ല, ഗംഗപ്രസാദിന്റെ കുഞ്ഞാണ്, അത് വളർന്നു വലുത് ഗംഗപ്രസാദിന്റെ തന്നെ സ്വഭാവം എന്നൊക്കെ കണ്ടു കാണാം. എന്തായാലും കിരണിന്റെയും കല്യാണിന്റെ കുഞ്ഞ് കല്ലുമോനും, സരയുവിന്റെ മനോഹറിന്റെ കുഞ്ഞ് കൺമണി മോളും, പിന്നെ ഇപ്പൊ ഗംഗപ്രസാദിന്റെയും അമലുവിന്റെയും കുഞ്ഞ് ജനിക്കാൻ പോകുന്നുള്ളൂ. ഇവരെല്ലാരും കൂടി ഒരൊറ്റ സെറ്റ് ആയിട്ട് വളരാനാണ് ചാൻസ്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡാണ് ഈ വീക്കെൻഡിലോട്ടോ. ഞാനിപ്പോ പറഞ്ഞ ഭാഗമില്ലേ അമലുവിന്റെ ഗംഗപ്രസാദിന്റെ കുഞ്ഞിന്റെ കാര്യം, അതിനൊരു ഷോർട്ടിൽ ഇങ്ങനെ കുഞ്ഞിനെ കാണിച്ചില്ല, പക്ഷെ അവർക്ക് ആ ഒരു രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷോർട്ട് ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ ആ ഒരു റിവ്യൂ പറഞ്ഞു ഇതിന്റെ കൂടെ ആഡ് ചെയ്തത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ.